ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഏറ്റവും രുചികരമായിട്ട് നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 300 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണം നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞിട്ടിരിക്കുകയാണ്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം നല്ലതുപോലെ കളർ ഉണ്ടാകും, കുറച്ച് മാത്രമേ എരിവ് ഉണ്ടാവുള്ളൂ. കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ നമ്മളിതൊരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകമൊക്കെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. 1 ടീസ്പൂൺ നിറയെ തന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലോറും കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മസാലകൾ നമ്മുടെ ഈ ചിക്കനിലേക്ക് കോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. കൂടെ ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറഞ്ഞൊരു 30 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത്രയും സമയം കൂടി മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്, പുറത്ത് വെക്കേണ്ട കേട്ടോ. ചിക്കൻ എപ്പോഴും കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്രീസറിലല്ല, താഴെ നന്നായിട്ട് തണുപ്പിച്ച് ആ ഒരു രീതിയിൽ ഇരുന്നാൽ മാത്രം മതിയാവും. ഞാനൊരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. റിഫൈൻഡ് ഓയിൽ എടുക്കുന്നതാണ് നല്ലത്, വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ ഒരല്പം മാത്രം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനും മാത്രം ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ പീസുകളും ഞാനിപ്പോൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഹാർഡായിട്ട് വറുത്തെടുക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ ചിക്കൻ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാക്കി വന്ന എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ഒന്ന് മാറ്റി വെക്കാം. ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല നമുക്കിനി. ഇതിലേക്ക് നമുക്കിനി ഒരു 4 മുട്ട ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ മുട്ടയിൽ നിന്ന് 4 മുട്ട പൊട്ടിച്ച് ചേർക്കാവുന്നതാണ്. കൂടെ നമ്മുടെ മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മുടെ മുട്ടയെല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കി വെക്കാം. അപ്പോഴത്തേക്ക് അതിൽ ബാക്കിയുള്ള ആ ഒരു എണ്ണ ഇതുപോലെ വരും. ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 4 ചെറിയ വെളുത്തുള്ളി എലിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി എലി ചേർക്കാം. കൂടെ അത്യാവശ്യം ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം നമുക്ക്. ലൈറ്റായിട്ട് മാത്രം ഒന്ന് വറുത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ചേർക്കാം. കൂടെ അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ ബീൻസും കൂടി. ഇനി വേണ്ടത് ക്യാബേജാണ്. 1/4 കപ്പ് അളവിൽ ക്യാബേജും ചേർക്കാം. അരിഞ്ഞതാണ് ഈ 1/4 കപ്പ് അളവിൽ ചേർക്കുന്നത് കേട്ടോ. ഇത് ഇത്രയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സമയത്തും ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിന്. എല്ലാം പെട്ടെന്ന് നമ്മളൊന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു അല്പസമയം മാത്രമേ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് കുഴഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടിയാണ്. 200 ഗ്രാം അളവിൽ റൈസ് എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടി. ഈ റെഡ് ചില്ലി സോസൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്, എന്നാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും. ആ ഒരു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്തെല്ലാം ഫ്ലെയിം ഒന്ന് മാക്സിമം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് നല്ല പെട്ടെന്ന് സ്പീഡിൽ തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് എല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പീസൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് കേട്ടോ. അരിഞ്ഞ് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അരിഞ്ഞ് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് സെർവ് ചെയ്യാനാണ് കൂടുതൽ രുചികരം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പൊരിച്ചെടുത്ത ചിക്കൻ്റെയൊക്കെ ആ ഒരു ക്രിസ്പിനെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ക്രിസ്പിനെസ് ഉണ്ടാവും. അതിൻ്റെ പേരിൽ മാക്സിമം ചൂടോട് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ട് തണുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനോടൊപ്പം ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനോ അതുപോലെ തന്നെ മല്ലിയിലേക്ക് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ലേ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ വേണമെന്നില്ല. ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ വീട്ടിൽ തയ്യാറാക്കി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.